ഹലോ കുട്ടികളെ, നമുക്കിന്നൊരു കുരങ്ങന്റെ ബുദ്ധി എന്ന കഥ കേൾക്കാം. നിങ്ങൾ ആ പടം കണ്ടോ? അതിലൊരു കുരങ്ങൻ തലകുത്തി മറിയുന്നത് കണ്ടോ? ആ കുരങ്ങന്റെ കഥയെ ഇന്ന് പറയാൻ പോകുന്നത്. കണ്ടോ, ആ അത്തിമരത്തിൽ ഒരു കുരങ്ങൻ താമസിച്ചിരുന്നു. കുരങ്ങൻ എല്ലാ ദിവസവും തലകുത്തി മറിയും, അത്തിപ്പഴം പറിക്കും, കഴിക്കും, വലിച്ചെറിയും. അങ്ങനെ ആകെ ബഹളമായിരുന്നു. ഇത് കണ്ടുകൊണ്ട് ഒരു മുതല ആ കുളത്തിൽ താമസിച്ചിരുന്നു. മുതല എല്ലാ ദിവസവും കാണും കുരങ്ങൻ അത്തിപ്പഴം പറിച്ച് കഴിക്കുന്നത്. മുതലയ്ക്കും അത്തിപ്പഴം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. മുതലയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? മരത്തിൽ കയറാൻ പറ്റുമോ? അപ്പൊ മുതല പതുക്കെ നീന്തി അത്തിപ്പഴത്തിന്റെ അവിടെ വന്നു. എന്നിട്ട് കുരങ്ങച്ചനെ വിളിച്ചു. കുരങ്ങച്ചാ, എന്റെ കൂട്ടുകാരാ. കുരങ്ങച്ചൻ ചുറ്റും നോക്കി. ഇതാരാ എന്നെ വിളിക്കുന്നേ? ഞാനാറയോ കൂട്ടുകാരൻ? അപ്പൊ നോക്കിപ്പോ ഒരു മുതല വന്ന് നിൽക്കുന്നു. എന്താ മുതലച്ചാ, എന്തിനാ എന്നെ വിളിക്കുന്നേ? എനിക്കും കൂടി ഇച്ചിരി അത്തിപ്പഴം തരാമോ? മുതല ചോദിച്ചു. അപ്പൊ കൊരങ്ങച്ചൻ പറഞ്ഞു, നിനക്ക് അത്തിപ്പഴം തരുന്നത് കൊണ്ട് എനിക്ക് എന്താ പ്രയോജനം? പ്രയോജനമുണ്ടല്ലോ. ഞാൻ നിന്നെ എന്റെ പുറത്ത് കയറ്റി ഇരുത്തി നദിയിലെല്ലാം കൊണ്ട് കറങ്ങും. അതുമാത്രമല്ല, പച്ചമീനും തരും. അപ്പൊ കൊരങ്ങച്ചന് സന്തോഷമായി. കൊരങ്ങച്ചൻ നിറച്ച് അത്തിപ്പഴങ്ങൾ പറിച്ച് മുതലയ്ക്ക് കൊടുത്തു. മുതല കൊരങ്ങച്ചനെയും കയറ്റിയിരുത്തി നദിയിലെല്ലാം ഒരു ടൂറ് നടത്തി തിരിച്ചു വന്നു. കുറെ പച്ചമീനും പിടിച്ചു കൊടുത്തു. അങ്ങനെ രണ്ടുപേരും ഭയങ്കര കൂട്ടുകാരായി. എല്ലാ ദിവസവും രാവിലെ മുതല എത്തും. കൊരങ്ങച്ചൻ നിറച്ച് അത്തിപ്പഴങ്ങൾ പറിച്ചു കൊടുക്കും. മുതല ഉച്ചയാകുമ്പോഴത്തേക്കും കൊരങ്ങച്ചനെയും കയറ്റിയിരുത്തി എല്ലായിടവും കറങ്ങി മീനും കൊടുത്ത് തിരിച്ചു വരും. ഇത് മുതലച്ചാരുടെ ഭാര്യ കാണുന്നുണ്ടായിരുന്നു. അവർക്ക് കൊരങ്ങന്റെ ഹൃദയം തിന്നണമെന്ന് ആഗ്രഹം തോന്നി. അവരൊരു ബുദ്ധി പ്രയോഗിച്ചു. ഒരു ദിവസം മുതലച്ചാര് കൊരങ്ങനെയും കയറ്റിയിരുത്തി യാത്രയെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാര്യയാണ് കണ്ടത്. മുതലച്ചാര് വിഷമിച്ച് ഭാര്യയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നീ എന്തിനാ കരയുന്നേ? എന്തു പറ്റി? അപ്പം മുതലച്ചാരുടെ ഭാര്യ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഭയങ്കര വയറ്റുവേദനയാ, ഞാൻ ഇന്ന് വൈദ്യന്റെ അടുത്ത് പോയി. അപ്പം മുതല ചോദിച്ചു, എന്ത് പറഞ്ഞുകൊണ്ട് വൈദ്യൻ? വൈദ്യൻ പറഞ്ഞു എന്നോട് ഒരു കുരങ്ങന്റെ ഹൃദയം കഴിച്ചാ മതിന്ന്. അപ്പം മുതലച്ചാര് ചോദിച്ചു, അതിനെ എവിടുന്ന് കൊണ്ടുവരും? അപ്പൊ ഉടനെ ഭാര്യ പറഞ്ഞു, നിങ്ങളുടെ ഉറ്റ സുഹൃത്തൊരു കുരങ്ങനല്ലേ, അപ്പൊ ആ കുരങ്ങന്റെ ഹൃദയം നമുക്ക് എടുക്കാം. ഇത് കേട്ട് മുതലച്ചാരി ഞെട്ടിപ്പോയി. എന്റെ കുരങ്ങന്റെ ഹൃദയമോ? അയ്യോ, അവൻ ചത്തുപോത്തില്ലേ? ഉടനെ ഭാര്യ പറഞ്ഞു, അയ്യോ, കുരങ്ങന്മാർക്ക് ഒരു ഹൃദയം എടുത്ത വേറൊരു ഹൃദയം കിളുത്തു വരും, നിങ്ങൾക്കത് അറിഞ്ഞൂടെ? അപ്പം മുതലാണോ? എന്നാ ശരി, പക്ഷെ നമ്മൾ എങ്ങനെ കുരങ്ങച്ചന്റെ ഹൃദയം എടുക്കും? ഭാര്യ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യേ, നാളെ അവനെ ഇവിടെ വിളിച്ചോണ്ട് വാ, നമുക്ക് അവന് ആഹാരം കൊടുക്കാനെന്നും പറഞ്ഞ് വിളിച്ചോണ്ട് വന്നിട്ട് അവന്റെ ഹൃദയം എടുക്കാം. ആൺമുതല സമ്മതിച്ചു. അത് നേരെ കൊരങ്ങന്റെ അത്തിമരത്തിന്റെ ചോട്ടിലെത്തി. എന്നിട്ട് കൊരങ്ങനെ വിളിച്ചു, കൂട്ടുകാരാ. അണ്ണി കൊരങ്ങൻ ഓടി വന്നു. എന്തു പറ്റി? ഇപ്പോഴല്ലേ അങ്ങോട്ട് പോയേ, എന്തു പറ്റി? നിന്നെ എൻ്റെ വീട്ടിലെ ആഹാരം കഴിക്കാൻ വിളിക്കാൻ വന്നതാ. എന്നെയോ? കൊരങ്ങന് ഭയങ്കര സന്തോഷമായി. നാളെ ഉച്ചയ്ക്ക് നീ എൻ്റെ വീട്ടിൽ ഊണ് കഴിക്കാൻ വരണം കേട്ടോ, മുതലച്ചൻ പറഞ്ഞു. കൊരങ്ങൻ സമ്മതിച്ചു. പിറ്റേ ദിവസം ഉച്ചയായപ്പോൾ മുതല കൊരങ്ങച്ചനെ ക്ഷണിക്കാനായി എത്തി. കയറ്റിയിരുത്തി. എങ്ങനെ മുതല മുമ്പോട്ട് പോയി. നദിയുടെ നടുക്കെത്തിയപ്പോൾ മുതല പറഞ്ഞു, കൊരങ്ങച്ച, നിന്നോടൊരു കാര്യം പറയണം. എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര വയറ്റുവേദനയാ. അവളോടെ വൈദ്യൻ കൊരങ്ങന്റെ ഹൃദയം കഴിക്കാനാ പറഞ്ഞത്. കൊരങ്ങച്ചൻ ഞെട്ടിപ്പോയി. അപ്പൊ എന്റെ കാര്യം പോക്കായല്ലോ ഭഗവാനെ. അങ്ങനെ ചിന്തിക്കുമ്പം കൊരങ്ങന്റെ ബുദ്ധിയിലേക്ക് ഒരു കാര്യം വന്നു. കൊരങ്ങൻ പറഞ്ഞു, അയ്യോ മുതലച്ച, ഇത് നേരത്തെ പറയണ്ടായിരുന്നോ? ഞാൻ എൻ്റെ ഹൃദയമേ ആ അത്തിമരത്തിന്റെ പഴങ്ങൾക്കിടയിൽ വെച്ചിരിക്കുക. നീ ഇത് നേരത്തെ പറഞ്ഞിരുന്ന ഞാൻ ഇതെടുത്തോണ്ട് വരത്തില്ലേ? അപ്പം മുതലയ്ക്ക് വിഷമമായി. വിഡ്ഢിയായ മുതല വിചാരിച്ചു, ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കൊരങ്ങനോട്. കൊരങ്ങൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ തിരിച്ചുപോയി അതെടുത്തോണ്ട് വരാം. അങ്ങനെ മുതല കൊരങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന് അത്തിമരത്തിന്റെ ചുവട്ടിലിറക്കി. കൊരങ്ങൻ എന്ത് ചെയ്ത് കാണും കൂട്ടുകാരെ? ഓടി മരത്തിൽ കയറി. എന്നിട്ട് അതിന്റെ അറ്റത്ത് പോയിരുന്ന് മുതലേ ഇങ്ങനെ നോക്കി.
കുറേ നേരമായിട്ടും കുരങ്ങനെ കാണാതായപ്പം മുതല വിളിക്കാൻ തുടങ്ങി. കുരങ്ങച്ചാ, എളുപ്പ വാ, നമുക്ക് പോയിട്ട് തിരിച്ചു വരേണ്ടതല്ലേ. അപ്പൊ കുരങ്ങച്ചൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടാ വിഡി, ഞാനേ എൻ്റെ ഹൃദയം എൻ്റെ ശരീരത്ത് തന്നെയാ വെച്ചിരിക്കുന്നത്. പക്ഷേ നിന്നോട് ആരാ പറഞ്ഞ ഒരു ഹൃദയം എടുത്താൽ വേറൊരു ഹൃദയം കിളുത്തു വരുമെന്ന്? അവരെ നിന്നെ പറ്റിച്ചതാ നിന്റെ ഭാര്യ. ഞാൻ ഇനി നീയുമായിട്ട് കൂട്ടില്ല. അതെ, ശരിയാവത്തില്ല ഈ കൂട്ട് മുമ്പോട്ട് പോയാ. നീ നിന്റെ വീട്ടിൽ പൊക്കോ. ഇത് കേട്ട മുതല ഇളിഭ്യനായി തിരിച്ചുപോയി. ഇതിൽ നിന്ന് നമ്മൾ എന്ത് പഠിച്ചു കൂട്ടുകാരെ? നമ്മൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പം നമ്മളെ ചതിക്കാത്ത നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം. ഇല്ലെങ്കിൽ നമുക്കും കുരങ്ങന് പറ്റിയതുപോലെ അബദ്ധങ്ങൾ പറ്റും. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ.